മതി. ഇനി നെയ്യിൽ കിടന്ന് ഈ നട്സെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. പല പല വെറൈറ്റി പോള കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പോള അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പോളയാണിത്. ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഏത് പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. എന്നിട്ട് നട്സെല്ലാം വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു. തേങ്ങ ചേർത്തിട്ട് ഒരു ലൈറ്റായിട്ടൊരു മണം വരും. ആ ഒരു മണം വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത് 1/4 കപ്പാണ്. കൂടുതൽ മധുരം വേണ്ട, അത്യാവശ്യം മധുരം ഈ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ കിട്ടും. ഈ പഞ്ചസാര ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മെൽറ്റാണം. ആ രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്